കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞത് കേരളം ആവർത്തിക്കുന്നു. തകർന്ന കപ്പലിനെ കുറിച്ചുള്ള സത്യം ജനങ്ങളോട് പറയണം. രണ്ടാഴ്ചക്കിടെ 2 കപ്പലുകളാണ് കേരള തീരത്ത് തകർന്ന് കണ്ടെയ്നറുകൾ മുങ്ങിയത്. ഇന്നലെ തീപിടിച്ച കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണത് എന്തൊക്കെയാണ്? എന്താണ് പൊട്ടിത്തെറിച്ചത്? അത് കടലിനെയും മത്സ്യസമ്പത്തിനെയും പരിസ്ഥിതിയെയും ജനങ്ങളെയും എങ്ങനെ ബാധിക്കും? കാര്യങ്ങൾ ജനം അറിയണം. മറ്റൊരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി സർക്കാർ ഒതുക്കേണ്ട കേസല്ലത്. അപകടത്തിന്റെ കാരണം, കപ്പൽ കമ്പനികളുടെ സുരക്ഷാ വീഴ്ച, ഭാവിയിൽ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികവും നിയമപരവുമായ പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കണം. കപ്പലിലോ കരയ്ക്കോ കള്ളൻ ഉണ്ടാകരുത്. മെയ് 25-നാണ് MSC എൽസ 3 എന്ന കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയത്. അതിന്റെ ആഘാതങ്ങൾ പരിഹരിക്കുന്നതിന് മുൻപാണ് ഇന്നലെ കോഴിക്കോടിനടുത്ത് കപ്പലിന് തീപിടിച്ചത്. കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോയ സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത MV ബാൻഹായ് 503 കണ്ടെയ്നർ കപ്പലിലാണ് തീപിടുത്തം. ബേപ്പൂർ തുറമുഖത്തിന് 129 കിലോമീറ്റർ അകലെ ഇന്നലെ രാവിലെ 9:30-ഓടെ അഗ്നിബാധയുണ്ടായി. 22 ജീവനക്കാരിൽ 18 പേർ രക്ഷപ്പെട്ടെന്നാണ് വിവരം. കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചെന്നും വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. തീരസംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും സുരക്ഷാ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 20 വർഷം പഴക്കമുള്ള കപ്പലിലെ 650 കണ്ടെയ്നറുകളിൽ എത്രയാണ് തീപിടിക്കുന്നതും അപകടകരവുമെന്ന കൃത്യമായ വിവരവുമില്ല. അടുത്തടുത്ത് 2 കപ്പലുകൾക്ക് തീപിടിച്ചത് കേരളത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം 2 ആഴ്ച മുൻപ് കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ കാര്യത്തിലെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതാണ്. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് ജനങ്ങളോട് പറയണമെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കേണ്ടിയും വന്നു. കടലിലും തീരത്തും ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കുമെന്ന വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും 2 ആഴ്ചക്കകം ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദാംശങ്ങൾ അറിയിക്കണമെന്നുമാണ് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് സർക്കാർ വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നത് എന്ന സംശയം നിലനിൽക്കുമ്പോഴാണ് കപ്പൽ കമ്പനിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ദീർഘകാല പ്രത്യാഘാതങ്ങളുടെയും കോടതി വ്യവഹാരങ്ങളുടെയും കുരുക്കുകൾ ഉണ്ടായിട്ടും കേസെടുക്കാതെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കം. മെയ് 29-ന് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ഒരു സ്കൂട്ടർ അപകടം ഉണ്ടായാൽ പോലും കേസെടുത്ത ശേഷം ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യപ്പെടുന്നതാണ് നിയമാനുസൃത നടപടി. ഇൻഷുറൻസ് കമ്പനി ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന തർക്കങ്ങൾക്ക് നിയമപരിരക്ഷ നൽകാൻ ആ കേസും FIR-ഉം ഒക്കെ നിർണായകമാണ്. അങ്ങനെയിരിക്കെ കോടികളുടെ നഷ്ടപരിഹാരം ലഭിക്കേണ്ട കപ്പൽ അപകടത്തിൽ ഒന്നും വേണ്ട എന്ന് പറയുന്നത് ദുരൂഹതയാണ്. MSC കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ ഇടപാടുകാരോ ഉന്നത സ്വാധീനമുള്ളവരോ ആകാം. പക്ഷേ നിയമം ബാധകമാകണം. 2012 ഫെബ്രുവരിയിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 2 മത്സ്യത്തൊഴിലാളികളെ എൻട്രിക ലെക്സി എന്ന ഇറ്റാലിയൻ കപ്പലിലെ ജീവനക്കാർ വെടിവെച്ചു കൊന്ന സംഭവം സുപ്രീം കോടതി വരെ എത്തുകയും ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധത്തെ പോലും ബാധിക്കുന്ന നിലയിലെത്തുകയും ചെയ്തതാണ്. എൽസ 3യുടെ കാര്യത്തിൽ അത്തരമൊരു കുറ്റകൃത്യമല്ലെങ്കിലും നാളെ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല. കേസെടുക്കാത്തതിൽ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്ന ഇൻഷുറൻസ് കമ്പനി നാളെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനും ഇടയുണ്ട്. കടൽ ജലത്തിനും മത്സ്യസമ്പത്തിനുമൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടമൊന്നും കണക്കാക്കിയിട്ടുമില്ല. ഇതിലെല്ലാം ഉപരി MSC എൽസ 3ക്ക് നിയമവിരുദ്ധ പരിരക്ഷ കൊടുത്താൽ ഇന്നലെ മുങ്ങിയ MV ബാൻഹായ് 503-യും അതേ ഒഴിവ് ആവശ്യപ്പെടും. സർക്കാർ 2 കാര്യങ്ങൾ ഉറപ്പാക്കണം. 1, കേസെടുക്കണം. 2, ജനങ്ങളോട് കാര്യങ്ങൾ പറയണം. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിനാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനിടയുണ്ട്. സർക്കാർ ചരിത്രപരമായ മറ്റൊരു മണ്ടത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്.